ഇൻസേർട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ചാറ്റ് GPT എന്നൊരു AI ആപ്ലിക്കേഷനാണ് ഇതിനായി നാം ഉപയോഗിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചാറ്റ് GPT ഓപ്പൺ ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യുന്നതിനായി ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്യേണ്ടതായ ഇമേജ് ഓപ്പൺ ചെയ്യുക. ആസ്ക് ചാറ്റ് GPT ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ എളുപ്പത്തിനു വേണ്ടി ഇവിടെ കൊടുക്കേണ്ടതായ നിർദ്ദേശങ്ങളുടെ ലിസ്റ്റ് അഥവാ പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നാം കൊടുത്ത പ്രോംപ്റ്റിന് അഥവാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ ഇമേജ് തയ്യാറായിട്ടുണ്ട്. ഈ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോംപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ ഇമേജിനെ നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. സേവ് കൊടുക്കുക. ഇമേജ് നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിൽ സേവ്ഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 3:4 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പിക്ചേഴ്സ് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ട്രാൻസ്ഫോം ചെയ്ത് സേവ് ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ആവശ്യമെങ്കിൽ സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും കർസർ ഈ ലെയറുകളുടെ ഏകദേശം മധ്യഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷനുകളിൽ നിന്നും കളർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും നിയോൺ എഡ്ജ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. സൂം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും എഫക്റ്റ് സെലക്ട് ചെയ്യുക. നിയോൺ എഡ്ജ് സെലക്ട് ചെയ്യുക. നിയോൺ എഡ്ജ് ആദ്യത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷനുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി നിയോൺ എഡ്ജിന്റെ കളറിങ്ങും മൂവ്മെന്റ്സും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഓഡിയോ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകളുടെ എൻഡിങ്ങിനനുസൃതമായി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. തമ്പനെയിലിൽ കാണിച്ചിട്ടുള്ള ഈ 2 ഇമേജസും വീഡിയോസും വ്യത്യസ്ത ഇമേജുകൾ ഉപയോഗിച്ച് ഇതേ സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.